ധനലക്ഷ്മി ഹൈ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് പൂരം പൊടിപൂരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പവേർഡ് ബൈ സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്. അസോസിയേറ്റ് സ്പോൺസർ ബാങ്ക് ഓഫ് ബറോഡ. പുളിമുട്ടിൽ സിൽക്സ്. ഫ്യൂച്ചർ വേൾഡ് ഗ്രൂപ്പ് ജനഹൃദയങ്ങളിലേക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുകയുമായി ഗോൾഡ് ലോൺ, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ ആൻഡ് അഗ്രികൾച്ചർ ലോൺസ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു എസിയുടെ വിലയ്ക്ക് 2 എസികൾ. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. GoPro Coconut Oil, crossing dreams of taste. സാമ്പത്തിക കാര്യങ്ങളോർത്തിനി ടെൻഷനേ വേണ്ട. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, the legacy of trusted service. Silverstone, South India's biggest fun destination. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം നടക്കും. തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തിരുവമ്പാടി ദേവസ്വം സാമ്പിളിന് ആദ്യം തിരികൊളുത്തും. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസ്, തൃശൂർ അക്ഷരാർത്ഥത്തിൽ പൂരാവേശത്തിൽ തന്നെയാണോ? എപ്പോഴേക്കുമായിരിക്കും വെടിക്കെട്ടിന് തിരിതെളിയുക? പൂരാവേശം തുടങ്ങിക്കഴിഞ്ഞു തൃശ്ശൂരിൽ. ഇവിടെ വലിയ ആവേശത്തിൽ തന്നെയാണ്. അല്പസമയത്തിനകം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തും. ആദ്യം തിരുവമ്പാടിയുടേതാണ്, അതിനുശേഷം ചെറിയൊരു ഇടവേള, അതിനുശേഷം പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ടിലേക്ക് കടക്കും. എന്തായാലും ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വരാൻ പോകുന്ന വലിയൊരു വെടിക്കെട്ടിന് മുമ്പുള്ള ഒരു ചെറിയൊരു ട്രെയിലറാണ്. അപ്പോൾ ഈ സാമ്പിൾ വെടിക്കെട്ടിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇത്തവണത്തെ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തായാലും സാമ്പിൾ വെടിക്കെട്ടിനും കുറെ സർപ്രൈസുകളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടന്റെ പേര്? എന്റെ പേര് ബാബു. തിരുവമ്പാടി അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഇത്തവണത്തെ പൂരം നമ്മൾ ഗംഭീരമാക്കും അല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷം തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ. ഇത് ഒരുപാട് മാസങ്ങളായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതിന്റെ അണിയറയിലുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അത് എന്താ പറയാ, അടുത്തറിഞ്ഞാൽ മാത്രമേ അതിന്റെ വികാരം ഉൾക്കൊള്ളാനും അത് ആസ്വദിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പം പാറമേക്കാവിന് ഒന്ന് മോളി നിൽക്കും തിരുവമ്പാടി ഇത്തവണ? അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. മത്സര ബുദ്ധിയോടെ കാര്യങ്ങൾ നടത്തുന്നു എന്നല്ലാതെ അതിന്റെ പിറകിൽ വേറെ യാതൊരു ഇതുമില്ല. തിരുവമ്പാടി കൃഷ്ണനാണെങ്കിലും പാറമേക്കാവ് ഭഗവതി ആണെങ്കിലും തൃശ്ശൂർ തട്ടകക്കാർക്ക് ഒരേപോലെ തന്നെ വടക്കുന്നാഥിനുള്ള അതേ പ്രാതിനിധ്യം തന്നെയാണ് രണ്ട് ദേവസ്വങ്ങൾക്കും അമ്പലങ്ങൾക്കും ഉള്ളത്. മത്സരം കാണികൾ തമ്മിലാണ്, അല്ലാതെ അവര് തമ്മിൽ യാതൊരു മത്സരമില്ല. നമ്മൾ എന്നിട്ട് അതേപോലെ തന്നെ ഉപചാരം ചൊല്ലി പിരിയുന്ന പോലെ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും അടുത്ത വർഷം കാണാന്ന് പറഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നത് അത് സത്യം പറഞ്ഞാൽ മനസ്സിന് വേദനാജനകമായിട്ടുള്ള കാര്യം. കാരണം അതോടെ പൂരത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. അതെ അതെ അതെ. ഇത്തവണ ചില സർപ്രൈസുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സർപ്രൈസുകൾ ിക്കട്ടെ, കാരണം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണല്ലോ പറയാ. കണ്ടു തന്നെ തീർക്കാം. ഒരുപാട് നാളത്തെ എന്താ പറയാ, പല പൂരങ്ങളെയും വെച്ച് നോക്കുമ്പോൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി മാത്രം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. വേറെ ഒരുപാട് പൂരങ്ങളുണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ തൃശ്ശൂർ പൂരം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ തവണത്തെ കളി സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ തവണ ആൾക്കാർക്ക് ഈ റോഡിലേക്കൊന്നും നിൽക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത്തവണ അതിനനുസരിച്ച് കൃത്യമായ സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാനുള്ള സൗകര്യമൊക്കെ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ, അതിൽ സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങളുടെയും തട്ടകക്കാരുടെയും തൃശ്ശൂർക്കാരുടെ മൊത്തത്തിലും അധികാരികളോടുള്ളൊരു നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഒരു എന്താ പറയാ, ഇപ്പൊ പൊട്ടുന്ന വെടിക്കെട്ടിന്റെ 2 ഇരട്ടിയിൽ കൂടുതൽ വെടിക്കെട്ട് പൊട്ടിയിരുന്ന കാലത്ത് ഇതിന്റെ പകുതി സുരക്ഷയുണ്ടായിരുന്നുള്ളൂ. സുരക്ഷ വേണം തീർച്ചയായിട്ടും, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻതൂക്കം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തവണ അതിൽ വളരെ ഒരു മാറ്റം വന്നു എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇത് കാണുന്നത്. ഓരോ ഉദ്യോഗസ്ഥർക്കും, ഓരോ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾക്കും, പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളായാലും ആരായാലും എല്ലാവർക്കും ഇത് ജനങ്ങൾ ഓർത്തുവെക്കുന്നു. അവരോട് എല്ലാവരോടും നന്ദി ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഇതിനായിട്ട് കൃത്യമായിട്ട് എടുത്ത തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയാ? അത് സത്യം പറഞ്ഞാൽ ദേവസ്വം അധികൃതരോട് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ ദേവസ്വം ഭാരവാഹി അല്ല, കമ്മിറ്റി മെമ്പർ അല്ല, ാണെന്നേ ഉള്ളൂ. എന്നാലും ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഏകദേശം ഇതിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് ചേട്ടൻ എല്ലാ ഭാഗത്തും ഉണ്ട്, എങ്ങോട്ട് നോക്കിയാലും ചേട്ടനുണ്ട്. അപ്പം പൂരം ആസ്വദിക്കുന്നതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഭാഗമാവാന്നുള്ള, ഞാനും കഴിഞ്ഞ കൊല്ലം ഞാനും ഉണ്ടായിരുന്നു, അന്നും ചേട്ടനെ കണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ മരണം വരെ ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്നും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും നടക്കാതിരിക്കാൻ പറ്റില്ല.
തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്നും പാറമേക്കാവിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. സർപ്രൈസുകളും ഉണ്ടായിരിക്കും. കാരണം അങ്ങനെ മാത്രമേ വളരെ ഭംഗിയായിട്ടും അടുക്കും ചിട്ടയോടുകൂടി തൃശ്ശൂർ പൂരം നടത്താൻ സാധിക്കുകയുള്ളൂ ആർക്കായാലും. അപ്പൊ ഇത്തവണത്തെ കളറായിരിക്കും പൂരം കളർഫുൾ ആവണം. കളർഫുൾ ആവണം. കഴിഞ്ഞ തവണ കേട്ട വിമർശനങ്ങളൊന്നും ഇത്തവണ ഉണ്ടാവത്തില്ല. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത്തവണ നമ്മൾ അതിന് ഒരു അവസരം വെക്കുന്നില്ല. കളറാക്കും, നമ്മളെല്ലാരും കൂടെ കളറാക്കും. തീർച്ചയായിട്ടും എല്ലാവരും കൂടി തന്നെയാണ്. തകർക്കും ഇത്തവണ. അപ്പൊ അടിപൊളിയാക്കും. അങ്ങനെയാണ്. താങ്ക് യു ചേട്ടാ. നമ്മൾ ഇനി പൂരത്തിന്റെ അന്നും കാണും. ഇനി അടുപ്പിച്ച് ഇനി 4 ഇവിടെ തന്നെ തകർക്കും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില വിശേഷങ്ങളാണ് കേട്ടത്. കൃത്യമായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം ചില സർപ്രൈസുകൾ കൂടിയുണ്ട്. ആ സർപ്രൈസ് ചേട്ടനത്ര അത് പുറത്ത് ആ സർപ്രൈസ് പൊട്ടിക്കാൻ ചേട്ടനൊരു ഒരു ഒരു വിമുഖതയുണ്ട്. പക്ഷേ അതിലൊരു സർപ്രൈസ് ഞാൻ പൊട്ടിക്കാം. കാരണം ഞാൻ കേട്ടിടത്തോളം ഇത്തവണ ഈ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടന്നൊരു പശ്ചാത്തലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോടൊരു സൂചകമായിട്ട് ഒരു ആദര സൂചകമായി അത് ഒരു വെടിക്കെട്ട് പ്രകടനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർണ്ണക്കാഴ്ച നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് നമുക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും അതൊരു സർപ്രൈസാണ്. നമുക്ക് അതിനോടൊപ്പം തന്നെ വേറെയും ചില സർപ്രൈസുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കേട്ടറിയാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ടാണ്. അതിനുശേഷം ചെറിയൊരു ഇടവേളയുണ്ടാവും. അതിനുശേഷം പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട് വരും. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്താണുള്ളത്. തിരുവമ്പാടിയുടെ കൃത്യമായി നമുക്ക് ഏറ്റവും അടുത്തുള്ളത് തിരുവമ്പാടി ദേവസ്വം തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുള്ള സാമ്പിൾ വെടിക്കെട്ടിന്റെ ആ ഒരു ഭാഗത്താണുള്ളത്. തൊട്ടടുത്ത് സ്വരാജ് റൗണ്ട് ഉണ്ട്. നമ്മൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി ഈ ഒരു ആകാശ കാഴ്ച, ഈ ഒരു വിസ്മയ കാഴ്ച നമുക്ക് വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുള്ളത്. 7 മണിയോടുകൂടി തുടങ്ങുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ചെറിയൊരു കാലതാമസമൊക്കെ എടുത്താലും അതിനായി ആൾക്കാരൊക്കെ ഇവിടെ സജ്ജരാണെന്നുള്ളതാണ്. നിരവധി ആളുകൾ ഈ ഒരു പ്രദേശത്ത് തന്നെ നിരവധി ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ചേച്ചി ഇവിടത്തെ ഇങ്ങോട്ട് നിൽക്കാം. ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് കുറെ നേരമായിട്ട് നേരത്തെ എത്തി. എന്താ പേരെന്തോ? രാജി. ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ? അല്ല, ഞങ്ങൾ ചാലക്കുടി. ഇങ്ങോട്ട് നിന്ന്. അപ്പം ചാലക്കുടിന്ന് വരുവാണ്. ചാലക്കുടി എത്ര കാലമായിട്ട് പൂരത്തിന് കൂടുന്നു? 15 വർഷമായിട്ടുണ്ട്. 15 വർഷമായിട്ട് പൂരം കാണാൻ വരുന്നു? ഓ, എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഈ സാമ്പിൾ ഞാനിപ്പോ എനിക്കൊരു സംശയം വന്നിട്ട് ചോദിക്കുകയാണ്. ഈ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ എത്ര കാലമായിട്ട് ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നുള്ളത് കേൾക്കാൻ തുടങ്ങിയിട്ട്? ചേച്ചിയുടെ ഒരു ചെറുപ്പം തൊട്ടേ തന്നെ? കല്യാണം കഴിഞ്ഞിട്ട് ശേഷമാണ് ഇവിടെ വന്നപ്പോഴാണ്. പിന്നെ ചേട്ടന്റെ കൂടെ ഇവിടെ എന്നും വരാറുണ്ട്, കാണാറുണ്ട്. ഇതിന്റെ ചടങ്ങുകളൊക്കെ അപ്പൊ ആ സമയം തൊട്ടേ അറിയാം. സാമ്പിൾ വെടിക്കെട്ട്, പൂര വിളംബരം എന്നുള്ള. അപ്പം ഇത്തവണ ഒന്നും കൂടെ കളറാവും. തുടങ്ങാൻ അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. അപ്പം എല്ലാം ഇവിടെ റെഡിയാണ്. പൂരം കഴിഞ്ഞിട്ടല്ലേ? പൂരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. എന്താ ചേച്ചിയുടെ പേര്? രാഹുൽ. ഓക്കെ. അപ്പം ഈ ഒരുപാട് പേരുണ്ട്. അങ്ങനെ 2 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങുന്നുള്ളതാണ്. അവിടുന്ന് ഒരു ചെറിയൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിന്റെ വർണ്ണ കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ പറയാൻ സാധിക്കുന്നത്. ചെറിയൊരു കാലതാമസമാണ്. പക്ഷേ ആ ഒരു കാലതാമസത്തിന് നമുക്ക് അത് ക്ഷമയോടെ തന്നെ ആ ഒരു കാത്തിരിക്കാമെന്നുള്ളതാണ്. കാരണം അത്ര പോകുന്നൊരു വർണ്ണ കാഴ്ചയാണ് അത്. സാമ്പിൾ വെടിക്കെട്ട് മാത്രം കാണാൻ പോകുന്ന പൂരം നമ്മൾ ഇനി പറഞ്ഞറിയിക്കേണ്ട ഒരു ട്രെയിലർ മാത്രമാണ്. വലിയൊരു വെടിക്കെട്ട് നമുക്ക് ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അല്പസമയത്തിനുള്ളിൽ സാമ്പിൾ വെടിക്കെട്ട് കാണാം. ആദ്യം തിരുവമ്പാടിയുടേതാണ്. അതിനുശേഷം പാറമേക്കാവിൻ്റെതും കൂടെ കാണാൻ സാധിക്കും. നിരവധി സർപ്രൈസുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ച ചില വെടിക്കെട്ട് പ്രകടനങ്ങൾ, വർണ്ണക്കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കാർത്തു, കാളിദാസ്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ വിവാദങ്ങളൊക്കെ മറന്ന ആളുകളൊക്കെ നല്ല പുരാവേശത്തിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? തീർച്ചയായും ആ വിവാദങ്ങളൊക്കെ മറന്നു പോയിരിക്കുന്നു. കാരണം എല്ലാ കൊല്ലവും പൂരം വരുന്നതിനനുസരിച്ച് ആ ഒരു പൂരാവേശത്തിലേക്ക് അങ്ങോട്ട് എത്തും. മുൻപത്തെ വിവാദങ്ങൾക്കൊന്നും ഇപ്പോൾ ഇവിടെ സ്ഥാനമില്ല. നേരത്തെ നമ്മൾ കേട്ട പോലെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചേട്ടന്റെ വാക്കുകൾ കേട്ടു. കാരണം ആ വിവാദങ്ങൾക്കൊന്നും ഇനി അങ്ങോട്ട് സ്ഥാനമില്ല. ഈ ഇത്തവണത്തെ പൂരം എത്രത്തോളം ഭംഗിയാക്കാൻ സാധിക്കുമോ എന്നുള്ള ആലോചനകളിലാണ് എല്ലാ ദേവസ്വവും. ഇപ്പോൾ ഈ പാറമേക്കാവും തിരുവമ്പാടിയും അതോടൊപ്പം തന്നെ 8 ഘടകക്ഷേത്രങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അവരൊക്കെ ഒറ്റ
ഒറ്റക്കെട്ടായി നിന്ന് കൃത്യമായ നടപടികളൊക്കെ പാലിച്ച് കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ പാലിച്ച് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു വെടിക്കെട്ട് കാണാൻ നമ്മളെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു സൂചനയും കൂടെ നൽകിയിരുന്നു. കാരണം കഴിഞ്ഞ തവണയൊന്നും നമുക്ക് ഈ ഒരു വെടിക്കെട്ട് കാണാൻ അല്ലെങ്കിൽ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് അധിക ദൂരം നിന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു വെടിക്കെട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇത്തവണ അതിന് കൃത്യമായൊരു സുരക്ഷാ ക്രമീകരണം കൂടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം 20,000-ത്തിലധികം പേർക്ക് ഇതിനോട് കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും വളരെ കുറച്ച് ദൂരത്തിൽ നിന്ന് ഈ വെടിക്കെട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി എല്ലാ വകുപ്പുകളും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ദേവസ്വവും ഒക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ വർണ്ണക്കാഴ്ചകൾ ഗംഭീരമായിരിക്കും. സാമ്പിൾ വെടിക്കെട്ട് തന്നെ ഗംഭീരമായിരിക്കും. അപ്പോൾ പിന്നെ വരാനിരിക്കുന്ന പൂര വിളംബരവും ഇലഞ്ഞിത്തറ മേളവും അതിനുശേഷമുള്ള കുടമാറ്റവും ഉപചാരം ചൊല്ലി പിരിയലൊക്കെ എത്തരത്തിലായിരിക്കും എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ കൊല്ലവും നമുക്കത് കൃത്യമായി അറിയാം. അതിനുള്ള കൃത്യമായ ദൃശ്യങ്ങളുമായി നമ്മളും കേരള വിഷനും പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞറിയിക്കാനുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സാമ്പിൾ വെടിക്കെട്ടിന് തിരി തെളിയും. ആദ്യം തിരുവമ്പാടിയാണ്. ഇതൊരു മത്സരമായി തന്നെ കാണും. പക്ഷെ അതൊരു മത്സര ബുദ്ധിയോടെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ആദ്യം തിരുവമ്പാടിയുടേതുണ്ടാവും, പിന്നീട് പാറമേക്കാവിൻ്റെതുണ്ടാവും. അതിനുശേഷം അതാണ് ഇന്ന് ഉള്ള ഏറ്റവും പ്രധാനമായ ഈ ഒരു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതിനുശേഷം നാളെയാണ് പ്രധാനമായി ഈ ഒരു പൂരം തുടങ്ങുന്നത് കൊണ്ട് പൂര വിളംബരത്തോടു കൂടി എറണാകുളം ശിവകുമാർ ഈ ഒരു തിടമ്പേറ്റി വരുന്നതോടുകൂടി തന്നെ പൂര വിളംബരം ആരംഭിക്കും. ഇന്നത്തെ പ്രധാന പരിപാടി സാമ്പിൾ വെടിക്കെട്ടാണ്. അപ്പോൾ ആ ഒരു സാമ്പിൾ വെടിക്കെട്ടിന്റെ വർണ്ണക്കാഴ്ചയിലേക്ക് നമുക്ക് അല്പസമയം മോനെ ഈ മോന്റെ പേരെന്താ? ഗൗതം. എവിടാ സ്ഥലം? എവിടാ സ്ഥലം? MG റോട്ടില് അടുത്ത് തന്നെ. അപ്പൊ എത്ര കാലമായി പൂരം കാണാൻ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എത്ര കാലായി? ഇപ്പൊ 5. ഇപ്പൊ 5. അപ്പൊ കഴിഞ്ഞ കൊല്ലം വന്നായിരുന്നോ? കഴിഞ്ഞ കൊല്ലം വന്നായിരുന്നു. അപ്പം കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറച്ചും കൂടെ പുതിയ സർപ്രൈസ് ആയിട്ടുള്ള ചില വെടിക്കെട്ട് പരിപാടികളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. അതൊക്കെ കാണണ്ടേ? നമുക്ക് കാണണം. അപ്പം കഴിഞ്ഞ തവണത്തെ പൂരത്തില് ഇഷ്ടപ്പെട്ടത് എന്തുവായിരുന്നു? കുടമാറ്റമൊക്കെ ഗംഭീര കുടമാറ്റമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പൂരം കണ്ടായിരുന്നോ കുടമാറ്റമൊക്കെ? വെടിക്കെട്ട് അന്ന് കഴിഞ്ഞ തവണ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി അല്ലേ? നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല അന്ന്. ഇല്ലേ? ഇത്തവണ പക്ഷെ അങ്ങനെ ലേറ്റ് ആവത്തില്ലെന്നാണ് എല്ലാരും പറയുന്നത് അല്ലേ? അച്ഛനാണോ? അപ്പൊ അങ്ങനെ എല്ലാം റെഡിയാ അല്ലേ? ഇത്തവണത്തെ നമ്മൾ ഈ സാമ്പിൾ പൂരം നമ്മൾ അടിപൊളിയാക്കും. പൂരം കാത്തിരുന്ന വെടിക്കെട്ട് ഈ പ്രാവശ്യം വൈകില്ല. ഈ പ്രാവശ്യം നമ്മള് കറക്റ്റ് സമയത്തിന് പൊട്ടിക്കുന്നുള്ളതാണ് നമ്മുടെ സാമ്പിൾ ഒരിച്ചിരി താമസം എടുക്കുന്നുണ്ടെന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് പോലെ വിവാദങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത്തവണ നമ്മൾ തകർക്കുക, കളറാക്കുക. മന്ത്രി പറഞ്ഞ പോലെ, കെ രാജൻ പറഞ്ഞ പോലെ രാജേട്ടന്റെ ചങ്കാണ്. അത് ശരി. അപ്പൊ ഇനി നമ്മൾ രാജേട്ടനെ കാണാൻ പോയി ഇത് കഴിഞ്ഞ. അതെ. അപ്പൊ ഇത്തവണ ഇപ്പൊ വരും. ഇങ്ങോട്ട് വരുമോ? ഇപ്പൊ ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനിയിപ്പം നമ്മുടെ മന്ത്രി ഇപ്പൊ എത്തും അല്പസമയത്തിനുള്ളിൽ തന്നെ. മന്ത്രിയും കൃത്യമായിട്ട് ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ്. കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന തരത്തിലൊക്കെ ക്രമീകരണമൊക്കെ നടത്തിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഇതില് ഒരുക്കിയിട്ടുള്ളതെന്ന് അറിയില്ല. രാജ്യത്തെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തവണ ചേട്ടൻ എത്രാമത്തെ പൂരം? നമ്മളിപ്പോ ഒരു 35 കൊല്ലമായി. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഈ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 100-200 കൊല്ലം മുമ്പ് തുടങ്ങിയ പരിപാടിയാണല്ലോ തൃശ്ശൂർ പൂരം. സാമ്പിൾ വെടിക്കെട്ടിന് പക്ഷെ അത്ര വലിയൊരു ചരിത്രം ഉണ്ടായിരുന്നില്ല. നമ്മള് ഒറിജിനൽ വെടിക്കെട്ടിന് നമ്മൾ ഇവിടെയാണ് കാണാറ്. ഈ ഒരു 5-6 കൊല്ലമായിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് ആൾ കൂടാൻ പൊട്ടി തുടങ്ങി. സാമ്പിൾ വെടിക്കെട്ട് മെല്ലെ തിരികെ കൊളുത്തി തുടങ്ങി അല്ലേ? ഇനി നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഇനി നമുക്ക് കാണാനുള്ളതാണ്. അതെ, ഈ സാമ്പിൾ വെടിക്കെട്ട് ഇപ്പം മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട് അല്പസമയത്ത്. അതാണ് അവിടെ ഓരോന്നായിട്ട് തുടങ്ങുന്നത്. നമ്മളിപ്പോ ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ഓരോന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് തിരുവമ്പാടിയിലേതാണ് ആദ്യം. ഈ സാമ്പിൾ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് കാർത്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ഒരു സൂചന തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് പ്രകടനത്തിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും പാറമേക്കാവിൻ്റെതൊക്കെ വരിക. എന്തായാലും അടുത്ത് നിന്ന്
സാധിക്കുന്ന തരത്തിലുമൊക്കെ കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ അധികൃതരും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എന്തായാലും കാളിദാസ്, നമുക്ക് തൃശ്ശൂരിലേക്ക് തിരിച്ചെത്തണം. സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം നടക്കും. അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ പൂരനഗരിയിൽ എത്തിക്കഴിഞ്ഞതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ അങ്ങനെ മാനത്ത് വിസ്മയം തീർക്കുന്നുണ്ട് ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ കൃത്യമായി നമുക്ക് പല വർണ്ണങ്ങളിൽ മെല്ലെ തിരി കൊളുത്തി തുടങ്ങിയിരിക്കുന്നു. ഇനി ഓരോന്നായി ഇതങ്ങ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്.